മിഷൻ ബാരക്കോട്ടിന് ശേഷം നരേന്ദ്രമോദിയുടെ കിരീടത്തിൽ പൊൻതൂവലായി, അതോടൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് പൊൻതൂവലായി ചരിത്രമായി നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ രാജ്യങ്ങളുമായി, ഏറ്റവും ശക്തിയും ശേഷിയുമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ അവരോട് ചേർന്ന് നിൽക്കുന്ന രീതിയായി മാറുകയാണ് ഇന്ത്യയുടെ മിഷൻ ശക്തി. अब तक दुनिया के 3 देश अमेरिका, रूस और चीन को यह उपलब्धि हासिल थी. अब भारत चौथा देश है जिसने आज यह सिद्धि प्राप्त की है. हर हिंदुस्तानी के लिए इससे बड़े गर्व का पल नहीं हो सकता है. कुछ ही समय पूर्व हमारे वैज्ञानिकों ने अंतरिक्ष में, स्पेस में 300 किलोमीटर दूर LEO लो अर्थ ऑर्बिट में एक लाइव सैटेलाइट को मार गिराया है. മിഷൻ ബാരക്കോട്ട് പാകിസ്ഥാനും ലോകത്താകമാനമുള്ള ഭീകരവാദികൾക്കും ഇന്ത്യ നൽകിയ മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ മിഷൻ ശക്തിയിലൂടെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തേക്ക്, ഇന്ത്യയുടെ ഉപഗ്രഹ സംവിധാനത്തിലേക്ക് നോട്ടമിടുന്ന ചൈന, പാകിസ്ഥാൻ പോലെയുള്ള സംഘടനകളെയും അവർ ഭീകരവാദികളെ വളർത്തി ഇന്ത്യക്കെതിരെ ശിഖണ്ഡിക്കളി കളിക്കുന്ന രാജ്യങ്ങൾക്ക് എതിരെയുമാണ്. മിഷൻ ശക്തി അത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ. ആ വിദ്യ ഉപയോഗിക്കുക വഴി ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ രീതി, അതാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും വലിയ നേട്ടമായി രാജ്യത്തെ പ്രധാനമന്ത്രി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങളെ നശിപ്പിച്ചു കളയാനും അതോടൊപ്പം ശത്രു ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനും ഈ മിസൈൽ സാങ്കേതിക വിദ്യ മിഷൻ ശക്തിയിലൂടെ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ശേഷി ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. അത് അമേരിക്കയും റഷ്യയും ചൈനയും എന്നീ ഈ 3 രാജ്യങ്ങൾക്ക് മാത്രം കൈമുതലായുള്ള സാങ്കേതിക വിദ്യ. ആ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ കടന്നു കയറിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നിതാന്തമായ ജാഗ്രതയും അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന നടപടികൾ ഉണ്ടാകണമെന്ന നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ മിഷൻ ശക്തി അവതരിപ്പിക്കപ്പെടുന്നത്. മിഷൻ ബാരക്കോട്ട് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചും ചരിത്രം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മിഷൻ ബാരക്കോട്ടിന് മുമ്പും മിഷൻ ബാരക്കോട്ടിന് ശേഷവുമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എന്നാണ് രാഷ്ട്രീയപരമായി വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാന്റെ മണ്ണിൽ അന്താരാഷ്ട്ര അതിർത്തി, അന്താരാഷ്ട്ര നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാന്റെയും ചൈനയുടെയും ചാരക്കണ്ണുകളെ വെട്ടിച്ച് അന്താരാഷ്ട്ര നിയന്ത്രണ രേഖ മറികടന്ന് പാക് അധീന കശ്മീരും മറികടന്ന് പാകിസ്ഥാന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾ, 4 ഭീകര കേന്ദ്രങ്ങൾ, ബാരക്കോട്ടെ 4 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നാമാവശേഷമാക്കുക, ഇന്ത്യയുടെ 12 മിറാഷ് വിമാനങ്ങൾ 1000 കിലോ സ്ഫോടക വസ്തുക്കളുമായി യാത്ര ചെയ്യുക, പാകിസ്ഥാന്റെയും ചൈനയുടെയും ചാരക്കണ്ണുകളെ അതിജീവിച്ച് കടന്നു കയറി നശിപ്പിച്ച് ഒരു പോറലുമേൽക്കാതെ തിരികെ എത്തിയ സംവിധാനം, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം. അവിടേക്ക് മറ്റൊരു മുതൽക്കൂട്ട് ഇന്ത്യ അവതരിപ്പിക്കുന്നത് ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള രാജ്യം. ഇതുകൂടാതെ ശത്രു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളെ ഇന്ത്യക്ക് ദോഷമാകുന്നു എന്ന് ഇന്ത്യ കണ്ടെത്തുന്ന മറ്റു രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈൽ സാങ്കേതിക വിദ്യ. അത് 3 രാജ്യങ്ങൾ, അമേരിക്കയും റഷ്യയും ചൈനയും മാത്രം സ്വായത്തമാക്കിയിട്ടുള്ള ആ സാങ്കേതിക വിദ്യ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ നേട്ടം. മാത്രവുമല്ല, ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് വെറും 3 സെക്കൻഡിനകം ഇന്ത്യൻ മിസൈൽ ഈ പരീക്ഷണം നടത്തിയത് ലോകത്തോട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് വെറും 3 സെക്കൻഡിനകം ഇന്ത്യൻ മിസൈൽ ഉപയോഗശൂന്യമായ ഉപഗ്രഹം തകർത്ത് തരിപ്പണമാക്കി. ഇത് വെറും തദ്ദേശീയമായി വികസിപ്പിച്ച എസാറ്റ് മിസൈലാണ് ഇന്ത്യ വിക്ഷേപിച്ചത്. മിഷൻ ശക്തി എന്ന ഈ പദ്ധതിയുടെ പേരിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ
ലോ ഓർബിറ്റ് ഉപഗ്രഹങ്ങളെ തകർക്കാനുള്ള ശേഷിയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതീവ രഹസ്യമായി നടന്നിട്ടുള്ള ഈ പരീക്ഷണത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ നൽകുമ്പോൾ രണ്ടു തരത്തിലാണത് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിഷൻ ശക്തി, അവിടെ ചൈനയും അമേരിക്കയും റഷ്യയുടെയും ശ്രേണിയിലേക്ക് നാലാമത്തെ രാജ്യമായി ഇന്ത്യ കടന്നു പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ശത്രു രാജ്യങ്ങളുടെയോ മറ്റു രാജ്യങ്ങളോ ഇന്ത്യക്കുമേൽ ചാര ഉപഗ്രഹങ്ങൾ അയക്കുന്നതിനെ തടയാനും അത്തരം ചാര ഉപഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞാൽ അവയെ നശിപ്പിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യ കുതിച്ചുയർന്നിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്തത് കൂടാതെ ഇതിന്റെ പരീക്ഷണം വളരെ രഹസ്യമായി നടത്താൻ സാധിച്ചു എന്നുള്ളതും ഇന്ത്യയുടെ നേട്ടമായി അവകാശപ്പെടുമ്പോൾ ചൈനയ്ക്ക് വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും മുദ്രാവാക്യം വിളിക്കുന്നവർക്ക്, അതോടൊപ്പം ചൈന എല്ലാ സഹായവും ചെയ്യുമ്പോൾ ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ നയങ്ങളെയും നിലപാടുകളെയും തുരങ്കം വയ്ക്കാൻ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ചൈന പ്രവർത്തിക്കുമ്പോൾ ആ ചൈനയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പും താക്കീതുമാണ് ഇന്ത്യയുടെ മിഷൻ ശക്തി. മിഷൻ ബാരക്കോട്ട് പോലെ തന്നെ മിഷൻ ശക്തിയും രാജ്യത്ത് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയായിട്ട് വിലയിരുത്തപ്പെടുന്നു. ചൈനയ്ക്ക് വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും മുദ്രാവാക്യം വിളിക്കുന്നവരോട് ഇത് സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. രാജ്യത്താകമാനമുള്ള സമൂഹ മാധ്യമങ്ങൾ ഇതിനെ കൊണ്ടാടപ്പെടുമ്പോൾ, പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം കൊണ്ടാടപ്പെടുമ്പോൾ, ലോകത്തെമ്പാടുമുള്ള ലോകത്തെമ്പാടുമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാന നിമിഷമായി സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ ഈ മിഷൻ ശക്തി നേട്ടം ആവേശത്തോടെ കൊണ്ടാടുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുന്നറിയിപ്പും താക്കീതും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഭീകരവാദികൾക്കും നൽകുന്ന മുന്നറിയിപ്പ് പോലെ ചൈനയും പാകിസ്ഥാനും വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളവർക്ക് നൽകുന്ന മുന്നറിയിപ്പായും സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന വാക്ക് ഇതാണ്: അന്തം കമ്മികളെ തിരിച്ചറിയടോ, ഇതാണ് ഇന്ത്യ, ഇതാണ് മോദി. മിഷൻ ബാരക്കോട്ടും മിഷൻ ശക്തിയും ഇന്ത്യയുടെ ചരിത്രമാണ്. ആ ചരിത്രം ഇന്ത്യയുടെ അഭിമാനമാണ്. പാകിസ്ഥാനും ചൈനയ്ക്കും വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അന്തം കമ്മികളെ, ഇതാണ് ഇന്ത്യ, ഇതാണ് മോദി എന്നുള്ള മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിൽ ഉച്ചത്തിൽ ഉയരുകയാണ്.